കനകയെ ചതിച്ചതാര്? പ്രിയപ്പെട്ടവരെ, കനകയെ ഓർമ്മയില്ലേ? ശാലീന സൗന്ദര്യം കൊണ്ടും തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ടും നിരവധി വേഷങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച കനകതാരം ഇന്ന് അഭിനയമൊക്കെ അവസാനിപ്പിച്ചെങ്കിലും ഒരു കാലത്ത് തെന്നിന്ത്യക്കും പ്രത്യേകിച്ച് മലയാളത്തിനുമൊക്കെ ഏറെ ഡിമാൻഡുള്ള താരമായിരുന്നു കനക. അഭിനയരംഗത്ത് കത്തിത്തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു കനക വെള്ളിത്തിരയിൽ നിന്നും അപ്രത്യക്ഷയാകുന്നത്. എന്തായിരുന്നു കനകയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അവർ മരിച്ചെന്നും മാറാ രോഗമാണെന്നും വരെ പറഞ്ഞു പരത്തിയവരും എഴുതിക്കൂട്ടിയവരുമുണ്ട്. ശരിക്കും അഭിനയം സ്വയം മതിയാക്കുകയായിരുന്നു അവർ? അതോ അവരുടെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാൻ മറ്റാരെങ്കിലും കാരണമായിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഇത്തവണ കൊച്ചി ടു കോടമ്പാക്കം. കനക മഹാലക്ഷ്മി എന്നാണ് കനകയുടെ പൂർണ്ണമായ പേര്. 1973 ചെന്നൈയിൽ നടി ദേവകിയുടെയും അസിസ്റ്റന്റ് ഡയറക്ടർ ദേവദാസിൻ്റെയും മകളായിട്ടായിരുന്നു കനകയുടെ ജനനം. രജനീകാന്ത്, മമ്മൂട്ടി, മോഹൻലാൽ, വിജയകാന്ത്, പ്രഭു, കാർത്തിക് തുടങ്ങി തെന്നിന്ത്യയിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് കനകയുടെ അമ്മ ദേവിക. വിവാഹത്തിന് 3 വർഷങ്ങൾക്ക് ശേഷം മാതാപിതാക്കൾ വേർപിരിഞ്ഞതിനെ തുടർന്ന് മുത്തശ്ശിയുടെ സംരക്ഷണയിലായിരുന്നു കനകയുടെ പിന്നീടുള്ള കാലം. വൈകാതെ അമ്മയുടെ ചുവട് പിടിച്ച് മകൾ കനകയും മെല്ലെ സിനിമാരംഗത്തേക്ക് കടന്നു വന്നു. 1989 ഇറങ്ങിയ കരകാട്ടക്കാരനാണ് കനകയുടെ ആദ്യ ചിത്രം. ഇതിൽ നായികയായിട്ടാണ് കനക അഭിനയിച്ചത്. ഇതൊരു വിജയ ചിത്രമായിരുന്നുവെങ്കിലും പിന്നീട് കനകയുടെ ചിത്രങ്ങളിൽ കുറേ എണ്ണം ശ്രദ്ധിക്കാതെ പോയി. 1991 പുറത്തിറങ്ങിയ അതിശയപ്പിറവി, പെരിയ കുടുംബം, ചാമുണ്ടി എന്നിവയിൽ കനകയ്ക്ക് ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളാണ് ലഭിച്ചത്. സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ഗോഡ് ഫാദർ ആയിരുന്നു കനകയുടെ ആദ്യ മലയാള ചിത്രം. പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരുടെ നായികയായും അല്ലാതെയും ഒട്ടേറെ മലയാള ചിത്രങ്ങളിൽ കനക അഭിനയിച്ചു. 1980കളുടെ അവസാനത്തിൽ താരപദവിയിലേക്ക് ഉയർന്ന് ദക്ഷിണേന്ത്യയിലുടനീളമുള്ള പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ കീഴടക്കിയ കനക 26 വയസ്സുള്ളപ്പോൾ പൊതുജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയത് ഒത്തിരി ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ്. പ്രക്ഷുബ്ധമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന കനക ആത്മവിശ്വാസത്തോടെയാണ് സിനിമാ മേഖലയിലേക്ക് പ്രവേശിക്കുകയും പ്രശസ്തിയിലേക്ക് ഉയരുകയും ചെയ്തത്. 2007 കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായ മുത്തുകുമാറിനെ കനക വിവാഹം കഴിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എന്നിരുന്നാലും 2010 നടന്ന ഒരു അഭിമുഖത്തിൽ വിവാഹത്തിന് 15 ദിവസത്തിനു ശേഷം തൻ്റെ ഭർത്താവ് അപ്രത്യക്ഷനായെന്നും അതിനുശേഷം അദ്ദേഹത്തെ താൻ കണ്ടിട്ടില്ലെന്നും അവർ വെളിപ്പെടുത്തി. അവരുടെ വ്യക്തി ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ അവരുടെ മരണത്തെക്കുറിച്ചുള്ള തെറ്റായ കിംവദന്തികൾ പരക്കുന്നതിന് കാരണമാവുകയും ഇത് കനകയെ താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെടാൻ നിർബന്ധിതയാക്കുകയും ചെയ്തു. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെ നിസ്സഹായാവസ്ഥ. ഇനിയൊരു രണ്ടാം വരവ് കനകയ്ക്ക് ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അഭിനയ ജീവിതത്തിലെ താരത്തിളക്കത്തിന് മങ്ങലേറ്റതും വ്യക്തിജീവിതത്തിൽ താളപ്പിഴകളുണ്ടായതും തെന്നിന്ത്യയുടെ താരസുന്ദരിയെ വെള്ളിത്തിരയ്ക്ക് പിന്നിലാക്കി. അവരുടെ അഭിനയം ഉപയോഗപ്പെടുത്തിയ സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരാരും തിരിഞ്ഞു നോക്കിയതുമില്ല. ഒരു സംഘടനയ്ക്കും വേണ്ടാതെ, സിനിമയ്ക്കും വേണ്ടാതെ ഒറ്റപ്പെട്ട ജീവിതം തള്ളി നീക്കുകയാണ് കനക. അതെ, സിനിമ എന്നത് നന്ദികേടിൻ്റെ ലോകം കൂടിയാണ്. ഒരു കുഴിയിലെങ്ങാനും വീണാൽ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന സിനിമാ തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടികളുടെയും ലോകം.